എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ. ഞാൻ ആദ്യം വിഷ് ചെയ്യാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. സോ നമുക്ക് കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള ഒരു ഡൗട്ടിലിരിക്കുകയാണോ നിങ്ങൾ? എങ്കിലും നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്ക് കോപ്പിറൈറ്റ് അടിക്കാതെ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വരാതെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എന്തായാലും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് നമ്മുടെ YT സ്റ്റുഡിയോ എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ചെയ്യേണ്ടത് YT സ്റ്റുഡിയോ ലോഗിൻ ചെയ്യണം. നമ്മുടെ ഗൂഗിൾ എടുത്തിട്ട് YT സ്റ്റുഡിയോ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അതായത് ഇതുപോലെ ഒരു ലോഗിൻ എന്നുള്ള ഓപ്ഷൻ വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ YT സ്റ്റുഡിയോ ഡെസ്ക്ടോപ്പ് മോഡലിൽ ഓപ്പൺ ആയിട്ട് വരും. ആ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് കാണാം. ഇതാ കണ്ടോ, ഇതുപോലെ ഒരു മ്യൂസിക്കിൻ്റെ സൈനായിട്ട് ഒരു ഇത് കണ്ടോ, ഒരു ഐക്കൺ കണ്ടില്ലേ? അതിനകത്ത് ക്ലിക്ക് ചെയ്യണം. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്കുകൾ ഇതാ ഇതുപോലെ ഇങ്ങനെ 1 by 1 ആയിട്ട് വരിക. ഇതിനകത്ത് ഇഷ്ടംപോലെ പേജസ് ഉണ്ട് കേട്ടോ. 1 to 100 പേജസ് ഒക്കെ വരെ ഉണ്ടാവും. അത് നമുക്ക് താഴെയായിട്ട് കാണാം. റൈറ്റ് സൈഡിലായിട്ട് നമുക്കത് കാണാൻ പറ്റും. നമുക്ക് ഏത് സോങ് ആണോ വേണ്ടതെന്നുള്ളത് നമ്മൾ അതിനകത്ത് പ്ലേ ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പോൾ ആ ഡൗൺലോഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ കണ്ടോ ഫയൽ ഡൗൺലോഡഡ് എന്ന് പറഞ്ഞിട്ട് വരും. അതായത് നമ്മുടെ ഗാലറിയിലേക്ക് യൂട്യൂബിൽ നിന്ന് ഈ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് ഡൗൺലോഡ് ആയി എന്നാണ് അതിൻ്റെ മീനിങ്. അങ്ങനെ നമുക്ക് വേണ്ടുന്ന മ്യൂസിക്കുകൾ നമുക്ക് ഇതിനകത്ത് സെർച്ച് ചെയ്തിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. കണ്ടോ, അവിടെ നമുക്ക് ആവശ്യമുള്ള എന്താണോ ആവശ്യമുള്ള എന്ത് ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ അതിനകത്ത് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് മ്യൂസിക്കുകൾ വരും. അഗെയിൻ റൈറ്റ് സൈഡിലോട്ട് നീക്കി കഴിഞ്ഞാൽ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് ഫയൽ ഡൗൺലോഡഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇത് നമ്മൾ ഏത് ആപ്പ് വെച്ചിട്ടാണോ എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇൻഷോട്ട് വെച്ചിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷോട്ടിനകത്ത് തന്നെ നമുക്ക് എഫക്ട്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഈ നമ്മൾ ഓഡിയോ കൊടുക്കുന്നതിനകത്ത് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ട് മ്യൂസിക്കിൽ എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിനകത്തോട്ടാണ് നമ്മൾ പിന്നെ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനൊരു വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡൗട്ടുള്ളവർ അതൊന്ന് കയറി കണ്ടേക്കാം. പിന്നെ ഞാനിവിടെ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ, അവിടെ ഈ മ്യൂസിക് അതുപോലെ സൗണ്ട് എഫക്ട്സ് അതുപോലെ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷനുണ്ട്. അതിനകത്ത് സൗണ്ട് എഫക്ട്സ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുട്ടികൾ കളിക്കുന്നത്, അതുപോലെ മഴ, വെള്ളം, വണ്ടികളിലെ സൗണ്ടുകൾ, അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ സൗണ്ട് എഫക്റ്റുകൾ വരുന്നത് അതിനകത്തുണ്ടാവും. അതും നമുക്കിതുപോലെ പ്ലേ ചെയ്തിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ നോക്കാം. പിന്നെ നമുക്ക് അതിനകത്തേക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ സൗണ്ട് എഫക്ട്സിൽ തന്നെ നമുക്ക് വേറെയും ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിലും നമുക്ക് ഇതുപോലെ പാട്ടുകൾ, സോങ്ങുകൾ, കോപ്പിറൈറ്റ് ഫ്രീ സോങ്ങുകൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതിനകത്ത് കാറ്റഗറി എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പം നമുക്ക് എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റൽ ആണോ, എന്തെങ്കിലും വെഹിക്കിളിൻ്റെ സൗണ്ടാണോ, റെയിൻ ആണോ, എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഇപ്പോൾ ഗ്ലാസ് പൊട്ടുന്ന അങ്ങനത്തെ എന്താണോ നമ്മുടെ വീഡിയോയ്ക്ക് അകത്തേക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സൗണ്ട് എഫക്ട്സ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്താണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ആസ് യൂഷ്വൽ നമ്മൾ പ്ലേ ചെയ്ത് നോക്കുക നമുക്ക് വേണ്ടുന്നത് ഇതാണോ. പിന്നെ അതിൻ്റെ തൊട്ട് തന്നെ നമുക്കൊരു ഡ്യൂറേഷൻ പീരീഡ് കാണിക്കും. അതായത് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പോകുന്ന സോങ് എത്ര സെക്കൻഡ് ഉണ്ട് അല്ലെങ്കിൽ എത്ര മിനിറ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ആ ഡ്യൂറേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. കാറ്റഗറിക്കകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഒരുപാട് വരും. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മുടെ ഗാലറിയിൽ എന്തായാലും സെറ്റായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക്കുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ആദ്യം ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 100% ഫ്രീ മ്യൂസിക്കാണ്. എന്തായാലും കോപ്പിറൈറ്റ് അടിക്കില്ല. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്